Hello dear students, welcome back to our classroom. In the previous class we have discussed about contract. Okay, we have discussed what is an agreement, what is contract, and what are the essential elements of a valid contract. And today we are going to discuss about classification of contracts, okay, or different types of contract. There are different types of contract. Okay, contract can be classified on three different bases. That is, classification on the basis of validity, classification on the basis of formation, and classification on the basis of execution. Okay. So first classification on the basis of validity. Okay, on the basis of validity, contract can be classified into six. That is, valid contract, void agreement, void contract, voidable contract, illegal or unlawful contract, and unenforceable contract. ഓക്കെ, ഒരു കോൺട്രാക്റ്റിൻ്റെ വാലിഡിറ്റി ലെവൽസിൽ നമുക്ക് ആറായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, സോ ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വണ് വാലിഡ് കോൺട്രാക്റ്റ്. An agreement that is enforceable by law is a valid contract. It contains all the essential elements of a contract. It satisfies all the legal requirements laid down in the section 10 of the Act. Okay, so a valid contract എന്ന് പറഞ്ഞാൽ a contract which satisfies all the essential elements, okay, or all the essential conditions. Okay, നമ്മൾ ഒരു വാലിഡ് കോൺട്രാക്റ്റിന് ഉണ്ടായിരിക്കേണ്ട എസെൻഷ്യൽ എലമെൻസിനെ കുറിച്ചിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഒരു 10 എലമെൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്, ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ്, ലോഫുൾ കൺസിഡറേഷൻ, capacity of parties, free consent, lawful object, agreement not expressly declared void, certainty in the meaning, then possibility of performance, legal formalities തുടങ്ങിയിട്ടുള്ള 10 എലമെൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ ഈ എലമെൻറ്റ്സ് എല്ലാം ഉള്ള ഒരു കോൺട്രാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറയാം. ഓക്കെ, സോ വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ നിയമസാധുതയുള്ള കോൺട്രാക്റ്റിനെയാണ് നമ്മൾ വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, so an agreement that is enforceable by law is a valid contract. Okay. It contains all the essential elements of a contract. Then second one, void agreement. Okay. Section 2 subsection G define it as an agreement not enforceable by law is said to be void. Such agreement are void ab initio, which means that void from the very beginning. എക്സാമ്പിൾ എഗ്രിമെൻറ്റ് വിത്ത് മൈനർ. ഓക്കെ, സോ ഒരു എഗ്രിമെൻറ്റ് തന്നെ അൺവാലിഡ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വോയിഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് വോയിഡ് എഗ്രിമെൻറ്റ് എന്ന് പറയാം. ഓക്കെ, അതായത് നമ്മളൊരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അത് നിയമത്തിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള വാലിഡിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ അത്തരം കോൺട്രാക്റ്റുകൾ അല്ലെങ്കിൽ അത്തരം എഗ്രിമെൻറ്റ് നമുക്ക് വോയിഡ് എഗ്രിമെൻറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, ഇതിൽ ഉദാഹരണം പറയുന്നത് കോൺട്രാക്റ്റ് വിത്ത് മൈനർ. ഓക്കെ, നമുക്കറിയാം മൈനർ എന്ന് പറയുന്നത് ഒരു ഇൻകോമ്പിറ്റൻറ്റ് പേഴ്സൺ ആണ്. ഓക്കെ, ഒരു വാലിഡ് കോൺട്രാക്റ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഷുഡ് be a major. Okay, that means he should attain the age of 18. ഓക്കെ, അപ്പോൾ അത്തരത്തിലൊരു മൈനറുമായിട്ട് നമ്മളൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, വോയിഡ് എഗ്രിമെൻ്റ് ആണ്. ഓക്കെ, സോ വോയിഡ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വോയിഡ് അബ് ഇനീഷ്യോ. ഓക്കെ, ഒരു ഫ്രൈസാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് വോയിഡ് ഫ്രം ദി വെരി ബിഗിനിങ്. ഓക്കെ, നമ്മൾ ആ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്താണ് അല്ലെങ്കിൽ എഗ്രിമെൻറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അതെന്താണ്, വോയിഡ് ആണ്. ഓക്കെ, വോയിഡ് മീൻസ് അൺലോഫുൾ. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ് ഈസ് വോയിഡ് കോൺട്രാക്റ്റ്. ഓക്കെ, വോയിഡ് കോൺട്രാക്റ്റ് ഈസ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം വോയിഡ് എഗ്രിമെൻറ്റ്. ഓക്കെ, വോയിഡ് എഗ്രിമെൻറ്റും വോയിഡ് കോൺട്രാക്റ്റും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ വോയിഡ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വോയിഡ് അബ് ഇനീഷ്യോ. ഓക്കെ, അതായത് നമ്മൾ ആ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ അതെന്താണ്, വോയിഡ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ അൺവാലിഡ് ആണ്. ഓക്കെ, എന്നാൽ വോയിഡ് കോൺട്രാക്റ്റിലേക്ക് വരുന്ന സമയത്ത് വോയിഡ് കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എഗ്രിമെൻറ്റ് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ അത് വാലിഡ് ആയിരുന്നു. ഓക്കെ, പിന്നീട് എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് എന്തെങ്കിലും സർക്കംസ്റ്റാൻസസ് കൊണ്ട് അത് വോയിഡായിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ അത്തരം കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സെക്ഷൻ 2 സബ്സെക്ഷൻ J സ്റ്റേറ്റ് ആസ് ഫോളോസ്: എ കോൺട്രാക്ട് വിച്ച് സീസ് ടു ബി എൻഫോഴ്സിബിൾ ബൈ ലോ ബിക്കംസ് വോയിഡ് വെൻ ഇറ്റ് സീസ് ടു ബി എൻഫോഴ്സിബിൾ. ദസ് എ വോയിഡ് കോൺട്രാക്ട് ഈസ് one that cannot be enforced by a court of law. Void contracts are valid at the time of their formation, but due to some subsequent issues they become void. Okay, so കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് അത് വാലിഡ് ആയിരുന്നു, പിന്നീട് എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് അത് അൺവാലിഡ് ആയിട്ട് മാറുകയാണ് അല്ലെങ്കിൽ വോയിഡ് ആയിട്ട് മാറുകയാണ്. ഓക്കെ, സോ ഏതെല്ലാമാണ് സർക്കംസ്റ്റാൻസസ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വണ്,
supervening impossibility or illegality as described in section 56. ഓക്കെ, നമ്മൾ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒരു ഇമ്പോസിബിലിറ്റി അല്ലെങ്കിൽ ഇല്ലീഗാലിറ്റി അവിടെ വരികയാണെന്ന്. ഓക്കെ, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിലും പാകിസ്ഥാനിലുമുള്ള രണ്ടാളുകൾ തമ്മിൽ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കി. ഓക്കെ, കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ കോൺട്രാക്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു വാർ ഡിക്ലെയർ ചെയ്യാണ്. ഓക്കെ, അവിടെ ഒരു യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ എന്തായി, അവർ തമ്മിലുള്ള കോൺട്രാക്റ്റ് എന്തായി, വോയിഡായിട്ട് മാറുകയാണ്. ഓക്കെ, കാരണം നമുക്കറിയാം നമുക്കൊരു ഏലിയൻ എനിമിയുമായിട്ട് നമുക്ക് കോൺട്രാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അത് വാലിഡ് ആയിരുന്നു, പിന്നീട് വോയിഡായിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ നിയമത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണ്. ഓക്കെ, ഇപ്പോൾ ലോക്ക്ഡൗണിന് മുന്നേ നമ്മളൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കി, ഒരു പാർട്ടിയുമായിട്ടൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കി. പക്ഷേ ലോക്ക്ഡൗൺ വന്നതിന് ശേഷം, നിയമം വന്നതിന് ശേഷം നമുക്ക് ആ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ സാധിക്കാതെ വരികയാണ്. ഓക്കെ, അപ്പോൾ അതെന്താണ്, വോയിഡ് കോൺട്രാക്റ്റിന് മാറുകയാണ്. ഓക്കെ, മറ്റൊന്ന്, ഇൻ ദി കേസ് ഓഫ് വോയിഡബിൾ കോൺട്രാക്ട് വെൻ ദി പാർട്ടി ഹൂസ് കൺസെൻറ്റ് ഈസ് നോട്ട് ഫ്രീ റിപ്യൂഡിയേറ്റ്സ് ദി കോൺട്രാക്റ്റ്. ഓക്കെ, സോ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുള്ള ആളുകളിൽ ആരുടെയെങ്കിലും കൺസെൻറ്റ് ഫ്രീ അല്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, അതായത് ആരെങ്കിലും നമ്മൾ എന്തെങ്കിലും അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കൊയേഷൻ, ഭീഷണി ഉപയോഗിച്ചിട്ടൊക്കെയാണ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യിപ്പിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത്തരം കോൺട്രാക്റ്റ് എന്താണ്, വോയിഡാണ്. ഓക്കെ, കാരണം അയാൾക്ക് പിന്നീട് കോർട്ടിൽ പോയിട്ട് അയാൾക്ക് ഇങ്ങനെ പറയാം എൻ്റെ ഫ്രീ കൺസെൻറ്റ് ഇല്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് വോയിഡ് കോൺട്രാക്റ്റായിട്ട് മാറും. ഓക്കെ, മറ്റൊന്ന്, എ കണ്ടിൻജൻറ്റ് കോൺട്രാക്ട് ടു ഡു ഓർ നോട്ട് ടു ഡു സംതിങ് ഓൺ ദി ഹാപ്പനിങ് ഓഫ് ആൻ ഇവൻറ്റ് ബിക്കം വോയിഡ് വെൻ ദി ഇവൻറ്റ് ബിക്കം ഇമ്പോസിബിൾ. ഓക്കെ, സോ കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്പെഷ്യൽ കാറ്റഗറി ഓഫ് കോൺട്രാക്റ്റ് ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇവൻറ്റ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടാക്കുന്ന കോൺട്രാക്റ്റുകളാണ്. ഓക്കെ, അതായത് ഇപ്പോൾ നാളെ മഴ പെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് കുട വാങ്ങാം എന്ന് പറഞ്ഞൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ ഇവൻറ്റ് സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കോൺട്രാക്റ്റും വോയിഡായിട്ട് മാറും. ഓക്കെ, നാളെ മഴ പെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തായി, നമുക്ക് കുട വാങ്ങുക എന്നുള്ള ആ കോൺട്രാക്റ്റ് എന്തായി, ഇല്ലാണ്ടാവുകയാണ്. ഓക്കെ, സോ കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റും ആ ഇവൻറ്റ് നടന്നില്ല എന്നുണ്ടെങ്കിൽ വോയിഡ് കോൺട്രാക്റ്റായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് വോയിഡ് കോൺട്രാക്റ്റ്. മറ്റൊരു കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഇല്ലീഗൽ ഓർ അൺലോഫുൾ കോൺട്രാക്റ്റ്. ഓക്കെ, an agreement that is expressly or impliedly prohibited or forbidden by law, it is void ab initio. ഓക്കെ, ഇല്ലീഗൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് നിയമപ്രകാരം തെറ്റായിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടാണ് കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അതെന്താണ്, ഇല്ലീഗൽ അല്ലെങ്കിൽ അൺലോഫുൾ കോൺട്രാക്റ്റാണ്. ഓക്കെ, ഇല്ലീഗൽ കോൺട്രാക്റ്റും വോയിഡ് എഗ്രിമെൻറ്റ് പോലെ തന്നെയാണ്, ഇറ്റ് ഈസ് വോയിഡ് അബ് ഇനീഷ്യോ. ഓക്കെ, അതായത് അത് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഇറ്റ് ഈസ് അൺവാലിഡ് ഫ്രം ദി വെരി ബിഗിനിങ്. ഓക്കെ, തുടക്കം മുതലേ അത് അൺവാലിഡ് ആണ്. അതിന് യാതൊരു തരത്തിലുള്ള വാലിഡിറ്റിയും നിയമസാധുതയും വരുന്നില്ല. ഓക്കെ, ഇതിൽ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, എഗ്രിമെൻറ്റ് ഫോർ റോബറി. ഓക്കെ, രണ്ട് കള്ളന്മാർ ചേർന്നിട്ട് ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ഉണ്ടാക്കുകയാണ്, ഇന്ന സ്ഥലം നമുക്ക് കവർ ചെയ്യാന്നുള്ളത്. അതൊക്കെ എന്താണ്, അൺലോഫുൾ കോൺട്രാക്റ്റ് ആണ്. ഓക്കെ, നിയമത്തിൻ്റെ കണ്ണിൽ അതിനൊരു സാധുതയും ഇല്ല. മറ്റൊന്ന് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ്. ഓക്കെ, അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ചില കോൺട്രാക്റ്റുകളുണ്ട്, എല്ലാ എസെൻഷ്യൽ എലമെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ എന്താണ്, അത് വാലിഡ് ആയിരിക്കില്ല. ഓക്കെ, കാരണം എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂകൾ കൊണ്ടായിരിക്കും അത് വാലിഡ് അല്ലാതെ മാറുന്നത്. ഓക്കെ, അത്തരം കോൺട്രാക്റ്റുകളാണ് നമ്മൾ അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വേർ എ കോൺട്രാക്റ്റ് ഈസ് ഗുഡ് ഇൻ സബ്സ്റ്റാൻസ് ബട്ട് ബിക്കോസ് ഓഫ് സം ടെക്നിക്കൽ ഡിഫക്റ്റ്, ദാറ്റ് ഈസ് ആബ്സെൻസ് ഓഫ് റൈറ്റിംഗ്, ബയേഡ് ബൈ ലിമിറ്റേഷൻ എക്സെട്ര, one or both parties cannot sue upon it, it is described as an unenforceable contract. ഓക്കെ, ഇപ്പോൾ നമ്മൾ കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്കുകൾ നമ്മൾ എഴുതുന്ന സമയത്തൊക്കെ, ഇപ്പോൾ കമ്പനിയുടെ പേര് എന്തെങ്കിലും ലിമിറ്റഡ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരം എന്തെങ്കിലും പേരുകളൊക്കെ നമ്മൾ വിട്ടുപോവുകയോ അല്ലെങ്കിൽ ഡേറ്റ് മാറുകയോ ഒക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അതിന് നിയമസാധുതയില്ലാതെ വരികയാണെന്നുണ്ടെങ്കിൽ അത്തരം കോൺട്രാക്റ്റുകളെ നമുക്ക് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ് എന്ന് പറയാം. ഓക്കെ, സോ അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ് ആർ അൺലോഫുൾ ബിക്കോസ് ഓഫ് സം ടെക്നിക്കൽ ഇഷ്യൂസ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ഫോർമേഷൻ ആണ്. ഓക്കെ, ഓൺ ദി ബേസിസ് ഓഫ് ഫോർമേഷൻ കോൺട്രാക്ട്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3, ദാറ്റ് ഈസ് എക്സ്പ്രസ് കോൺട്രാക്റ്റ്, ക്വാസി കോൺട്രാക്റ്റ് ആൻഡ് ഇംപ്ലൈഡ് കോൺട്രാക്റ്റ്. ഓക്കെ, സോ ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എക്സ്പ്രസ് കോൺട്രാക്റ്റ്. ഓക്കെ, എ കോൺട്രാക്ട് മെയ്ഡ് ത്രൂ വേർഡ്സ് എയ്തർ ഓറൽ ഓർ റിട്ടൺ ഈസ് കാൾഡ് ആൻ എക്സ്പ്രസ് കോൺട്രാക്റ്റ്. Section 9 of the Act provides that if a proposal or acceptance of any promise is made in words, the promise is said to be express. Okay,
സോ വാക്കാൽ തയ്യാറാക്കിയിട്ടുള്ള കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ എക്സ്പ്രസ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വാക്ക് ചിലപ്പം എഴുതിയതായിരിക്കാം അല്ലെങ്കിൽ വാക്കാൽ പറഞ്ഞതായിരിക്കാം. ഓക്കെ, എനിവേ ബൈ വേർഡ്സ് ഉള്ള കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ എക്സ്പ്രസ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കോൺട്രാക്ട് ക്രിയേറ്റഡ് ബൈ വേർഡ്സ്. ഓക്കെ, ഇറ്റ് മേ ബി റിട്ടൺ ഓർ സ്പോക്കൺ. ഓക്കെ, എക്സാമ്പിൾ പറയുന്നുണ്ട്. എ റൈറ്റ്സ് ടു ബി, ഐ ആം പ്രിപ്പയർഡ് ടു സെൽ മൈ കാർ ഫോർ എ സം ഓഫ് rupees 1 lakh. ബി accepts എ ഓഫർ ബൈ എ ഫോൺ കോൾ. ദി കോൺട്രാക്ട് വിൽ ബി ടേംഡ് ആസ് ആൻ എക്സ്പ്രസ് കോൺട്രാക്റ്റ്. ഓക്കെ, സോ എ ബിക്ക് ഒരു ഓഫർ കൊടുക്കുകയാണ്. അതായത് എഴുതി തയ്യാറാക്കിയ ലെറ്ററാണ്, ഞാൻ നിങ്ങൾക്ക് എൻ്റെ കാറ് വിൽക്കാം, 1,00,000 രൂപയ്ക്ക് വിൽക്കാമെന്ന്. ഓക്കെ, ബി അത് അക്സെപ്റ്റ് ചെയ്യുന്നത് ഫോൺ കോളായിട്ടാണ്. ഓക്കെ, എനിവേ അത് ബൈ വേർഡ്സ് ആയതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് എക്സ്പ്രസ് കോൺട്രാക്റ്റ് എന്ന് പറയാം. ഓക്കെ, ദെൻ സെക്കൻഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ക്വാസി കോൺട്രാക്റ്റ് ആണ്. ഓക്കെ, ക്വാസി കോൺട്രാക്റ്റിൽ അവിടെ ഒരു ഓഫറും അക്സെപ്റ്റൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല. എന്നാൽ ചില സിറ്റുവേഷൻസിൽ അവിടെ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാവുകയാണ്. ഓക്കെ, അത്തരം കോൺട്രാക്റ്റുകളാണ് നമ്മൾ ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതായത് നിയമത്തിൻ്റെ കണ്ണിൽ അവിടെ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത്തരം കോൺട്രാക്റ്റുകൾ നമ്മൾ ക്വാസി കോൺട്രാക്റ്റ് എന്ന് വിളിക്കും. ഓക്കെ, അണ്ടർ സർട്ടൺ സർക്കംസ്റ്റാൻസസ് ദി law itself creates legal rights and obligations between parties. It is not a full-fledged contract. It is created and imposed by parties. It is also known as constructive contract. ഓക്കെ, സോ സാഹചര്യങ്ങൾ കൊണ്ട് നിയമത്താൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന കോൺട്രാക്റ്റുകളെയാണ് ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിലൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. എ സപ്ലൈസ് ബി എ ചൈൽഡ് വിത്ത് നെസസറീസ് suitable to his condition in his life. A is entitled to be reimbursed from B's property. ഓക്കെ, സോ എ എന്ന് പറയുന്ന ഒരാൾ ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അനാഥനായിട്ടുള്ള ബാലനെ വളർത്തുകയാണ്. ഓക്കെ, അപ്പോൾ അയാളുടെ ചിലവും കാര്യമൊക്കെ ഇയാളാണ് വഹിച്ചത്. ദെൻ ബി മേജറായി കഴിഞ്ഞാൽ അയാളുടെ പ്രോപ്പർട്ടിയിൽ നിന്നും അയാൾക്ക് എക്ക് എത്ര രൂപയാണോ ചിലവായത് അത് റീഇംബേഴ്സ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഈ ഫോട്ടോയിൽ കാണുന്ന ഒരു ഉദാഹരണം നോക്കിയാൽ മതി. അതായത് ഒരാളുടെ പേഴ്സ് കളഞ്ഞു പോവുകയാണ്. ഓക്കെ, ആ പേഴ്സ് മറ്റൊരാൾക്ക് കളഞ്ഞു കിട്ടുന്നു. ഓക്കെ, അപ്പോൾ കളഞ്ഞു പോയ ആളും ഇത് ഫൈൻഡർ ഓഫ് ലോസ്റ്റ് കൂട്ടും തമ്മിലൊരു കോൺട്രാക്റ്റ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അയാൾക്ക് നിയമത്തിൻ്റെ കണ്ണിൽ അയാൾക്കൊരു ബാധ്യത ഉണ്ടാകുന്നുണ്ട്, മറ്റൊരാൾക്കൊരു അവകാശം ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, കളഞ്ഞു കിട്ടിയ സാധനം തിരിച്ച് ഏൽപ്പിക്കുക എന്നുള്ള ബാധ്യത ഉണ്ടാകുന്നുണ്ട്, ആ സാധനം കിട്ടാനുള്ള അവകാശം ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നിയമത്താൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് നിയമത്താൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന കോൺട്രാക്റ്റുകളാണ് ക്വാസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എനിവേ ക്വാസി കോൺട്രാക്റ്റിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. അവിടെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, മറ്റൊരു കോൺട്രാക്റ്റാണ് ഇംപ്ലൈഡ് കോൺട്രാക്റ്റ്. ഓക്കെ, ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം എക്സ്പ്രസ്ഡ് കോൺട്രാക്റ്റ്. ഓക്കെ, എക്സ്പ്രസ് കോൺട്രാക്റ്റ് നമ്മൾ ബൈ വേർഡ്സ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ ഇംപ്ലൈഡ് കോൺട്രാക്റ്റിൽ അവിടെ ബൈ വേർഡ്സ് അല്ല, മറിച്ച് ബൈ ആക്ഷൻ ആണ്. ഓക്കെ, അല്ലെങ്കിൽ ബൈ കണ്ടക്ട് ഓഫ് പാർട്ടിയാണ്. ഓക്കെ, എ കോൺട്രാക്ട് നോട്ട് മെയ്ഡ് ത്രൂ വേർഡ്സ് ആൻഡ് മെയ്ഡ് ത്രൂ ദി കണ്ടക്ട് ഓഫ് ദി പാർട്ടീസ് ഓർ സർക്കംസ്റ്റാൻസസ് ഈസ് കാൾഡ് ഇംപ്ലൈഡ് കോൺട്രാക്റ്റ്. ഓക്കെ, സോ ഈ പാർട്ടീസിൻ്റെ പ്രവൃത്തി കൊണ്ടോ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ടോ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന കോൺട്രാക്റ്റുകളാണ് നമ്മൾ ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അവർ തമ്മിൽ യാതൊരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊന്നും ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല. ഓക്കെ, ബൈ വേർഡ്സ് കമ്മ്യൂണിക്കേഷൻ ഒന്നും ഉണ്ടാവില്ല, മറിച്ച് ബൈ കണ്ടക്റ്റാണ് അല്ലെങ്കിൽ ബൈ സർക്കംസ്റ്റാൻസസ് ആണ് ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇതിൽ ഉദാഹരണം ആ ഫോട്ടോ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അതിപ്പോൾ നമ്മളൊരു പ്രൈവറ്റ് ബസ്സിൽ കയറുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു ട്രെയിനിൽ കയറുകയാണ്. അപ്പോൾ ട്രെയിനിൽ കയറിയിട്ട് നമ്മൾ സീറ്റ് പിടിച്ചു കഴിഞ്ഞാൽ നമ്മളും ആ ട്രെയിനും തമ്മിലൊരു ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് അവിടെ ഉണ്ടാവുന്നുണ്ട്. അതായത് നമുക്ക് പോവേണ്ട സ്ഥലത്ത് എത്തിച്ചു തരും എന്ന് നമുക്കൊരു ഓഫർ നൽകുന്നു. അതിന് എത്രയാണോ ഫെയർ അത് നമ്മൾ അവർക്ക് കൊടുക്കാമെന്നുള്ള, മറിച്ച് നമ്മൾ ഓഫർ അങ്ങോട്ടും കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ പറയുന്നൊന്നുമില്ല, അതായത് ഇത്ര രൂപയ്ക്ക് എന്നെ ഇത്ര സ്ഥലത്ത് കൊണ്ടാക്കണം എന്നൊന്നും പറയുന്നില്ല, മറിച്ച് എന്താണ് അവിടെ ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ അവിടുത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ്. ഓക്കെ, അവിടെ അവരുടെ കണ്ടക്റ്റ് കൊണ്ടാണ് കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇംപ്ലൈഡ് കോൺട്രാക്റ്റ്. ദ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓൺ ദി ബേസിസ് ഓഫ് എക്സിക്യൂഷൻ ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഓൺ ദി ബേസിസ് ഓഫ് പെർഫോമൻസ്. ഓക്കെ, ഓൺ ദി ബേസിസ് ഓഫ് എക്സിക്യൂഷൻ കോൺട്രാക്ട് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു, ദാറ്റ് ഈസ് എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് ആൻഡ് എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ്. ഓക്കെ, സോ ഫസ്റ്റ് വണ് എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ്. ഓക്കെ, എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുള്ള രണ്ട് പാർട്ടീസും അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഫുൾഫിൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റി പെർഫോം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്തരം കോൺട്രാക്റ്റുകളെ നമുക്ക് എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ് എന്ന് വിളിക്കാം. ഓക്കെ, വെൻ ബോത്ത് ദി പാർട്ടീസ് ടു കോൺട്രാക്ട് ഹാവ് കംപ്ലീറ്റ്ലി പെർഫോംഡ് ദെയർ റെസ്പോൺസിബിലിറ്റി ഇറ്റ് ഈസ് കാൾഡ് എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ്. ഓക്കെ, എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റിൻ്റെ ഒരു ഉദാഹരണം നിങ്ങൾക്ക് ആ ഫോട്ടോ നോക്കിയാൽ മനസ്സിലാവും. അതായത് ഒരു കാറ് വിൽപ്പനയുമായി ബന്ധപ്പെട്ടുള്ള കോൺട്രാക്റ്റാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ആ കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ കാറ് അങ്ങോട്ട് കൈമാറുന്നു, പകരം അതിൻ്റെ ക്യാഷ് ഇങ്ങോട്ടും കൈമാറുന്നു.
ഓക്കെ, ഇപ്പോൾ രണ്ടാളുകളുടെയും റെസ്പോൺസിബിലിറ്റി അവിടെ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞു അല്ലെങ്കിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, കാറ് കൈമാറുക എന്നുള്ളത് ഒരു പാർട്ടിയുടെ ഡ്യൂട്ടിയാണ്, അതിന് പകരം ക്യാഷ് ഇങ്ങോട്ട് കൈമാറുക എന്നുള്ളത് മറ്റേ പാർട്ടിൻ്റെ ഡ്യൂട്ടിയാണ്. രണ്ടുപേരോ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, അത് എക്സിക്യൂട്ടഡ് കോൺട്രാക്ട് എന്ന് വിളിക്കാം. ഓക്കെ, സോ വെൻ ബോത്ത് ദി പാർട്ടീസ് ഓഫ് കോൺട്രാക്ട് ഹാവ് കംപ്ലീറ്റ്ലി പെർഫോംഡ് ദർ റെസ്പോൺസിബിലിറ്റി ഇറ്റ് ഈസ് കാൾഡ് എക്സിക്യൂട്ടഡ് കോൺട്രാക്ട്. ഓക്കെ, എന്നാൽ എക്സിക്യൂട്ടറി കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓക്കെ, ഏതെങ്കിലും ഒരു പാർട്ടിയോ അല്ലെങ്കിൽ രണ്ട് പാർട്ടീസോ അവരുടെ പെർഫോമൻസ് അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റി പെർഫോം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്തരം കോൺട്രാക്റ്റുകളെ നമുക്ക് എക്സിക്യൂട്ടറി കോൺട്രാക്ട് എന്ന് പറയാം. ഓക്കെ, when one or both the parties to contract have still to be perform their share of obligation in the future, the contract is called an executory contract. ഓക്കെ, സോ കോൺട്രാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഏതെങ്കിലും ഒരു പാർട്ടിയോ അല്ലെങ്കിൽ രണ്ട് പാർട്ടീസും അവരുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ ഒബ്ലിഗേഷൻ അവർ പെർഫോം ചെയ്തിട്ടില്ല. ഓക്കെ, അല്ലെങ്കിൽ അത് ഫ്യൂച്ചറിലാണ് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം കോൺട്രാക്റ്റുകളെ നമുക്ക് എക്സിക്യൂട്ടറി കോൺട്രാക്ട് എന്ന് വിളിക്കാം. ഓക്കെ, എനിവേ എക്സിക്യൂട്ടറി കോൺട്രാക്ട് രണ്ട് തരത്തിലുണ്ട്, യൂണിലാറ്ററൽ എന്നും ബൈലാറ്ററൽ എന്നും. ഓക്കെ, പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. യൂണിലാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഏതെങ്കിലും ഒരു പാർട്ടിയെ അവരുടെ ഒബ്ലിഗേഷൻ ഫുൾഫിൽ ചെയ്യാത്തതേ ഉണ്ടാവുള്ളൂ. ഓക്കെ, എ യൂണിലാറ്ററൽ കോൺട്രാക്ട് ഈസ് വൺ സൈഡഡ് കോൺട്രാക്ട് ഇൻ വിച്ച് one party has performed his duty or obligation and the other party's obligation is outstanding. ഓക്കെ, സോ ഒരു പാർട്ടി അയാളുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ ഒബ്ലിഗേഷൻ പെർഫോം ചെയ്തിട്ടുണ്ട്, എന്നാൽ മറ്റേ പാർട്ടിയുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ ഒബ്ലിഗേഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ഓക്കെ, അത് ഫ്യൂച്ചറിലേ ചെയ്യുള്ളൂ. ഓക്കെ, നമ്മൾ സെയിം എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാർ വിൽപ്പനയുമായുള്ള കോൺട്രാക്റ്റിൽ കാറ് അവർ കൈമാറി, പക്ഷേ എന്താണ്, ക്യാഷ് ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ കൊടുക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു പാർട്ടിയാണ് അവിടെ അയാളുടെ ഡ്യൂട്ടി പെർഫോം ചെയ്തിട്ടുള്ളൂ, മറ്റേ ആളുടെ ഡ്യൂട്ടി അവിടെ എന്താണ്, ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ യൂണിലാറ്ററൽ കോൺട്രാക്ട് എന്ന് വിളിക്കാം. ഓക്കെ, ദെൻ ബൈലാറ്ററൽ വരുമ്പോൾ രണ്ട് പാർട്ടീസും അവരുടെ ഡ്യൂട്ടീസ് അവിടെ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ രണ്ട് പാർട്ടീസും അവരുടെ ഡ്യൂട്ടീസ് ഫുൾഫിൽ ചെയ്തിട്ടില്ല. എ ബൈലാറ്ററൽ കോൺട്രാക്ട് ഈസ് വൺ വെർ ദി ഒബ്ലിഗേഷൻ ഓർ പ്രോമിസ് ഈസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ ദി പാർട്ട് ഓഫ് ബോത്ത് ദി പാർട്ടീസ്. ഓക്കെ, എക്സാമ്പിൾ അതിൽ നോക്കിയാൽ മനസ്സിലാവും. അതായത് അവരൊരു കോൺട്രാക്ട് ഉണ്ടാക്കുകയാണ്. ഓക്കെ, ഞാൻ ഇന്ന ദിവസം നിങ്ങൾക്ക് കാറ് കൈമാറാം, അപ്പോൾ നിങ്ങൾ ക്യാഷും എനിക്ക് കൈമാറണം എന്ന് പറയുകയാണ്. ഓക്കെ, അപ്പോൾ കാറും കൈമാറിയിട്ടില്ല, അവിടെ ക്യാഷും കൈമാറിയിട്ടില്ല, രണ്ട് പാർട്ടീസിൻ്റെയും ഒബ്ലിഗേഷൻസ് അവിടെ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ ഒരു കോൺട്രാക്റ്റിനെ നമുക്ക് ബൈലാറ്ററൽ കോൺട്രാക്ട് എന്ന് വിളിക്കാം. ഓക്കെ, okay, so these are the types of contract. Okay, or this is the classification of contract. Okay, on the basis of validity, contract can be classified into 6: valid contract, void agreement, void contract, voidable contract, illegal or unlawful contract, and unenforceable contract. Then on the basis of formation, express contract, quasi contract, and implied contract. Then on the basis of on the basis of execution, executed contract and executory contract. Okay, thank you.